നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു നോയമ്പ്. നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു നോയമ്പ്. നോയമ്പിൻ്റെ നോ അമ്പിൻ്റെ ആർക്കെതിരെയും അമ്പെറിയാത്ത വിശുദ്ധ നോയമ്പിൻ്റെ രണ്ടാമത്തെ കുഞ്ഞു പങ്കുവയ്ക്കൽ. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഉൽപ്പത്തി 32-33 അധ്യായങ്ങളിലൂടെയാണ്. സമയമുള്ളവർ സമാധാനത്തിൽ കൂടെ വായു. യാക്കോബും ഏസാവും തമ്മിലുള്ള അസ്വസ്ഥതകളും ഭാരങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഏസാവിനെ ഒരു വിധത്തിൽ അവൻ്റെ അവകാശം കവർന്ന് യാക്കോബ് ചതിച്ച് എന്ന് വേണേൽ പറയാം. ഒളിച്ചോടിയിരിക്കുക, അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കണ്ണം പെട്ടത് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ യാക്കോബ് താമസിക്കുന്നത് ലാബാൻ്റെ നാട്ടിലാണ്. ഏസാവ് താമസിക്കുന്നത് ഏദോം പ്രദേശത്ത് സെയിർ എന്ന നാട്ടിൽ. യാക്കോബിന് തിരിച്ചു വരാൻ തോന്നുകയാണ്. വിശുദ്ധരെ, അതിന് യാക്കോബ് എടുക്കുന്നത് ഒരു ഉഡായിപ്പിൻ്റെ മാർഗവുമല്ല. ഒന്നാമത്തെ കാര്യം, യാക്കോബ് തൻ്റെ ദൂതന്മാരെ ഏസാവിൻ്റെ ചേട്ടായിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പം അവരെ പറഞ്ഞൊരുക്കുകയാണ്. നിങ്ങൾ എൻ്റെ യജമാനനായ ഏസാവിനോട് പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു. നോക്കിക്കേ, ആ വാക്കിനകത്ത് ആ ഉള്ളിൻ്റെ സത്യമുണ്ട്, ഒരു ഉഡായിപ്പുമില്ല. തൻ്റെ പാർശ്വവർത്തികളെ, തൻ്റെ കൂടെ നിൽക്കുന്നവരെ വിളിച്ച് ഉഡായിപ്പ് പറയുകയല്ല. നിങ്ങളവിടെ ചെന്ന് അഭിനയിച്ചേക്കണം, അവനെ കുപ്പിയിൽ വീഴ്ചേക്കണം, അങ്ങനൊന്നുമല്ല. നിങ്ങൾ എൻ്റെ ചേട്ടായിയോട് പോയി പറയണം, എൻ്റെ യജമാനനോട് പോയി പറയണം, അങ്ങയുടെ ദാസനാണ് ഞാനിപ്പോൾ ലാബാൻ്റെ മണ്ണിൽ താമസിക്കുന്നു, എന്നോട് ദയവ് കാണിക്കണം. പോയവർ യാക്കോബിൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. ഉൽപ്പത്തി 32 അധ്യായം 7-ാം വാക്യം. യാക്കോബിന് ഭയങ്കര അസ്വസ്ഥതയായി. കാരണം 400 പേരെ കൂട്ടി 400 പേരുടെ അകമ്പടിയോടുകൂടി ഏസാവ് വരികയാണ്. പണ്ടത്തെ ചതി, പണ്ടത്തെ ഓർമ്മകൾ, അതെല്ലാം യാക്കോബിൻ്റെ മനസ്സിലുണ്ട്. എന്തും സംഭവിക്കാം. യാക്കോബ് തൻ്റെ സമ്പാദ്യമൊക്കെ 2 ഗണമാക്കി. ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒന്നെങ്കിലും ഉണ്ടാകട്ടെന്ന് ഓർത്തിട്ടാണ്. എന്നിട്ട് ഈ മനുഷ്യൻ രണ്ടാമത്തെ കാര്യം, ഈ 2 ഗണങ്ങളെ ഒന്നിനെ നശിപ്പിച്ചാൽ, ഒന്നിനെ ഏസാവ് നശിപ്പിച്ചാൽ രണ്ടാമത്തെ ഗണം കയ്യിലിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. എന്നിട്ട് ഈ 2 ഗണങ്ങളുടെ നടുവിൽ നിന്ന് ഉൽപ്പത്തി 32 അധ്യായം 10-ാം വാക്യം, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഹൃദയം ഇങ്ങനെ പറിച്ചു തുറക്കുകയാണ്. തമ്പുരാനെ, ഒരു വടിയുമായി ഈ ജോർദാൻ കടന്നവനാണ് ഞാൻ. കേവലം ഒരൊറ്റ വടിയും ഊന്നിപ്പിടിച്ച് കിതച്ച് തളർന്ന് ഈ ജോർദാൻ കടന്നവനാണ് ഞാൻ. ഇപ്പോൾ അങ്ങനെ 2 ഗണമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 2 നഷ്ടപ്പെടാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഈ മനുഷ്യൻ എളിമപ്പെടുകയാണ്. ആപത്തുകളുടെ നടുവിൽ, ശത്രുതയുടെ നടുവിൽ യാക്കോബ് ചെയ്യുന്നത് സർവവും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ഏൽപ്പിക്കുകയാണ്. കേവലം ഒരു വടിയും പിടിച്ച് ഊന്നിക്കിതച്ച് ഈ ജോർദാൻ തത്രപ്പെട്ട് തത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് കടന്നവനാണ് ഞാൻ. പക്ഷെ എന്നെ നീ 2 ഗണമാക്കി മാറ്റിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ബൈബിൾ പറയുന്നത് ഉൽപ്പത്തി 32:13, ഒരു വലിയ ഉപഹാരം, വലിയൊരു സമ്മാനം യാക്കോബ് ചേട്ടായിക്ക് വേണ്ടി ഒരുക്കി. 14-ാം വാക്യത്തിൽ ഉൽപ്പത്തി 32:14 വാക്യത്തിൽ പറയുന്നത് 200 പെൺകോലാട്, 200 ആൺകോലാട്, 200 പെണ്ണാട്, 20 മുട്ടാട്, കറവയുള്ള 30 ഒട്ടകങ്ങൾ, അതിൻ്റെ കുഞ്ഞുങ്ങൾ, 40 പശുക്കൾ, 10 കാളുകൾ, 20 പെൺകഴുത, 10 ആൺകഴുത, ഇവയെല്ലാം നല്ല അന്നത്തെ സമ്പാദ്യത്തിൻ്റെ അടയാളം അതൊക്കെ. അപ്പം അതിങ്ങനെ ഓരോ ഗണമാക്കി ഓരോ ഭൃത്തിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഓരോ ഗണവും ഇങ്ങനെ ഇടപെട്ട് പോവുക. 200 പെണ്ണാടുകളെയും കൊണ്ടൊരാൾ, 200 ആൺകോലാടുകളെയും കൊണ്ടൊരാൾ. എന്നിട്ട് യാക്കോബ് പറഞ്ഞേൽപ്പിച്ചു, എൻ്റെ ചേട്ടായിയെ കാണുമ്പം അദ്ദേഹം ചോദിക്കും, ആരാ, എവിടുന്ന, എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പിന്നിൽ വരുന്നുണ്ട്, അങ്ങേക്ക് തന്നുവിട്ട ഉപഹാരമാണിത്. യാക്കോബ് പറഞ്ഞു, ഓരോ ഗണത്തോടും പറഞ്ഞു, ചേട്ടായിയോട് നിങ്ങളെല്ലാം പറയുക. പെണ്ണാടിനെ കാണുമ്പോഴും ഒട്ടകത്തെ കാണുമ്പോഴും എല്ലാം ചേട്ടായി ചോദിക്കും. നിങ്ങൾ അവരോട് അപ്പോഴെല്ലാം പറയണം, ഇതെൻ്റെ ചേട്ടായിക്കുള്ള സമ്മാനമാണ്.
ഇനി 33-ാം അധ്യായത്തിലേക്ക്, ഈ 32-ാം അധ്യായത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. പുഴയ്ക്കരികിൽ യാബോക്ക് എന്ന കടത്ത് കടന്ന് ഭാര്യമാരെയും മക്കളെയും അദ്ദേഹം കയറ്റി വിട്ടു. യാക്കോബ് പോകുന്നില്ല, ഇക്കരെ നിൽക്കുകയാണ്. ഇതൊരു വലിയൊരു അടയാളം പോലെ എനിക്ക് തോന്നുകയാണ്. ഇക്കരെ രാത്രി മുഴുവൻ ഒരാൾ ഈ യാക്കോബിനോട് മൽപ്പിടുത്തം നടത്തി. ജയിക്കാൻ പറ്റിയില്ല. യാക്കോബ് പിടിച്ചു നിന്നു, പൊരുതി നിന്നു. എൻ്റെ വിശുദ്ധരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ 32-ാം അധ്യായത്തിൽ 28-ാം വാക്യം ഭയങ്കര രസകരമാണ്. ഈ ദൈവദൂതൻ യാക്കോബിനോട് പറയുക, നിന്റെ പേര് ഇനി മുതൽ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാ. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിക്കാൻ നമ്മെ ഒരുക്കുന്ന പുണ്യത്തിൻ്റെ പേരാ ക്ഷമ. അദ്ദേഹത്തിന് വേണമെങ്കിൽ നീന്തിക്കിടന്ന് അക്കരെ മനുഷ്യബുദ്ധി കൊണ്ട് പോകാം. പിള്ളേരെയും പെമ്പറന്നോത്തിയൊക്കെ അക്കരത്ത് എത്തിച്ചില്ലേ? പക്ഷെ ഈ മനുഷ്യൻ ക്ഷമിച്ചിട്ടേ അക്കരെ കടക്കുന്നുള്ളൂ. ക്ഷമിച്ചിട്ടൊരു വിജയം മതി, ക്ഷമിച്ചിട്ടൊരു പുരോഗതി മതി. ഉള്ളിൽ ഒരു കലർപ്പുമില്ലാതെ അനുഗ്രഹിച്ചിട്ട് മതി അഭിഷേകം. ഉഡായിപ്പിൻ്റെ മാർഗങ്ങൾ വേണ്ട. ഈ മനുഷ്യൻ ഇക്കരെ നിന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ ഉള്ളിലെ ആ അനുതാപവും താൻ ചെയ്തു പോയതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, താൻ ചേട്ടായോട് ചെയ്തതിനെക്കുറിച്ചുള്ള ഉള്ളിലെ ഒരു ദുഃഖവുമൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മനസ്സിനെ ശുദ്ധമാക്കിയിട്ടേ അക്കരെ കടക്കുന്നുള്ളൂ. അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കിയ മനുഷ്യനെ നോക്കി ദൈവം പറയുക, ദൂതൻ പറയുക, നീ ദൈവത്തോട് മല്ലിട്ട് ജയിച്ചു, നീ മനുഷ്യനോടും മല്ലിട്ട് ജയിച്ചു. ഉള്ളിൽ വെറുപ്പില്ലാത്തൊരു ഹൃദയമാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ മല്ലിട്ട് ജയിക്കുന്നത്. മുന്നോട്ട് പോകും. 33-ാം അധ്യായത്തിൽ ഇനി രസകരമായൊരു കാര്യം പറയാം. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. യാക്കോബ് 7 തവണ താണു വീണ് നിലമ്പറ്റ താണു വീണ് യേശവൻ്റെ അടുത്ത് ചെന്നു. അപ്പം നോക്കിക്കേ, കടിച്ച് കീറുമെന്ന്, പിടിച്ച് വലിക്കുമെന്ന്, ഇടിച്ച് ഉടയ്ക്കുമെന്നൊക്കെ കരുതിയ യേശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. യേശാവിൻ്റെ മനസ്സിനെ മാറ്റിയത് എന്താ? യാക്കോബിൻ്റെ ഹൃദയത്തിൻ്റെ ഒരുക്കമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ അയാൾ തൻ്റെ ഹൃദയത്തെ ഒരു അമ്പുമില്ലാതെ പച്ചയായിട്ട് വിട്ടുകൊടുത്തു. അപ്പോൾ യേശാവ് ചോദിച്ചു, കുഞ്ഞേ, ഇതൊക്കെ എന്താ ഈ ഒത്തിരി സമ്മാനങ്ങളൊക്കെ കാണുന്നല്ലോ, എല്ലാം ചേട്ടായിക്കുള്ളതാണ്. യേശാവ് പറഞ്ഞു, പൊന്നുകുഞ്ഞേ, ഇതൊക്കെ എനിക്കെന്തിനാ? എല്ലാം എനിക്ക് സമൃദ്ധമായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഇപ്പം നിൻ്റെ ഈ സ്നേഹമാണ്. നിൻ്റെ നീ എല്ലാം എനിക്ക് അന്ന് നീ കവർന്നെടുത്തതിന് പകരമായി പൊന്നുകുഞ്ഞേ നീ തിരിച്ചു തന്നല്ലോ. നിൻ്റെ ആ ശുദ്ധ ഹൃദയം, ഒരമ്പുമില്ലാത്ത ഹൃദയം. നോക്കിക്കേ, യേശാവും യാക്കോബും അങ്ങനെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയിൽ ലയിക്കുകയാണ്. ഒരമ്പുമില്ലാത്ത ഒരു നോയമ്പ്. കുറേ പരിഹാരങ്ങൾ ഒത്തിരി നല്ലതാണ്. അതോടൊപ്പം നമ്മുടെ കൊച്ചു ഹൃദയത്തിൽ ആർക്കൊക്കെ എതിരെയുള്ള ചില അമ്പുകൾ, അവയൊന്ന് പിടിച്ചു മാറ്റാൻ, ഒടിച്ചു മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അല്പസമയം ആരാധിക്കാം. നോയമ്പ് ആരുടെയും നേരെ അമ്പറിയാത്തൊരു നോയമ്പ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരുടെ നേരെയും അമ്പറിയാത്തൊരു നോമ്പേകണേ, ആത്മീയ സ്നേഹത്താൽ ഉള്ളം നിറയ്ക്കുന്ന നോമ്പേകണേ. ആരുടെ നേരെയും അമ്പറിയാത്തൊരു നോമ്പേകണേ, ആത്മീയ സ്നേഹത്താൽ ഉള്ളം നിറയുന്ന നോമ്പേകണേ. കർത്താവേ, നിൻ്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. 7 തവണ നിലമ്പറ്റ വീണ്, പിന്നെയും വീണ് യേശാവ് ചേട്ടൻ്റെ അടുത്തേക്ക് യാക്കോബ് പോയതുപോലെ ഈ നോമ്പിൽ 7 വട്ടം കുനിയാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവ് 7 പോയിട്ട് 1 വട്ടം കുനിയാൻ പറ്റാത്തവനാണ് ഞാൻ. കുനിയാനും ക്ഷമ ചോദിക്കാനും എനിക്ക് ബുദ്ധിമുട്ടാണ് കർത്താവ്. ഞാൻ മൂലം നൊന്തവരുടെ മുമ്പിൽ പോലും, ഞാൻ മൂലം ചോര വീർത്തവരുടെ മുമ്പിൽ പോലും കുനിയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ഭക്തകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവേ. കടുത്ത നോമ്പെടുക്കുന്നുണ്ട്, പരിഹാര വേലകൾ ചെയ്യുന്നുണ്ട്, മുട്ടയിലിടിഞ്ഞ് എൻ്റെ മുട്ട് പൊട്ടുന്നുണ്ട്. ഞാൻ കുരിശിൻ്റെ വഴി കണ്ടും കേട്ടും നടന്നും കരയുന്നുണ്ട്.
പക്ഷേ ഞാൻ മൂലം നൊന്തവരുടെ മുമ്പിൽ ഒന്ന് കുനിയാൻ, ആ പാദങ്ങളിൽ തൊട്ട് ഒന്ന് ക്ഷമ പറയാൻ എനിക്കാവുന്നില്ല കർത്താവേ. ആരുടെ നേരെയും അമ്പെറിയാത്തൊരു നോമ്പേകണേ കർത്താവേ, ആരുടെ നേരെയും അമ്പെറിയാത്ത ഒരു നോമ്പ് എനിക്ക് നൽകണമേ എന്ന് നിന്നെ ആരാധിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ ചോദിക്കുന്ന പണമല്ല, സമ്പത്തല്ല. ഞാൻ ഇന്ന് അങ്ങയുടെ മുമ്പിൽ ആരാധിച്ച് ചോദിക്കുന്നത് എൻ്റെ ഒരു ആത്മീയ അഭിഷേകമാണ്. ഒരിക്കൽ ഞാൻ മൂലം നൊന്തവരുടെ മുമ്പിൽ, ഞാൻ മൂലം വേദനിച്ചവരുടെ മുമ്പിൽ അഹങ്കരിച്ച് നിൽക്കാതിരിക്കാൻ, വീണ്ടും ധാർഷ്ട്യം കാണിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ദൈവത്തെയും മനുഷ്യനെയും മല്ലടിച്ച് തോൽപ്പിക്കുന്ന ആത്മീയ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേ. അമ്പില്ലാത്ത, അമ്പെയ്യാത്ത ഹൃദയം നൽകണമേ. ഉൽപ്പത്തിയുടെ പുസ്തകം 32:28, നീ ഇനിമേൽ ഇസ്രായേലാണ് കുഞ്ഞെ, നീ ദൈവത്തെയും മനുഷ്യനെയും മല്ലിട്ട് തോൽപ്പിച്ചു. യാബോക്ക് പുഴക്കരയിൽ നിൽക്കുന്ന, കടത്തുകടവിൽ നിൽക്കുന്ന യാക്കോബിനെ പോലെ കർത്താവേ, ഞങ്ങളുടെ ചില അനുഗ്രഹങ്ങളുടെ അക്കരെ എത്തും മുമ്പ്, ഒരു പുതിയ വീട് വയ്ക്കും മുമ്പ്, ഒരു വിവാഹം കഴിക്കും മുമ്പ്, ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങും മുമ്പ് അക്കരയ്ക്ക് ചാടിക്കയറി നീന്തിപ്പോകാതെ ഇക്കരെ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കിയതിന് ശേഷം അക്കരെ കടക്കാൻ എനിക്ക് വഴിയുണ്ട് കർത്താവേ, എനിക്ക് സാധിക്കും. എങ്കിലും ഇക്കരെ നിന്ന് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ മല്ലടിച്ച് ജയിക്കുന്ന സ്നേഹവും ക്ഷമയും കൊണ്ട് നിറയാതെ അക്കരയ്ക്ക് ചാടിക്കയറിപ്പോകാൻ ആഗ്രഹിക്കാത്ത വിധം ആരാധ്യനായ എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ. കർത്താവെ, ആരുടെ നേരെയും അമ്പെറിയാത്ത ഒരു നോമ്പ്, ഒരു നോയമ്പ്, നോ അമ്പ്. നിസാരമാണെങ്കിലും ഈ ആശയം ഒരു പക്ഷേ ഭോഷത്വം പോലെ തോന്നുമെങ്കിലും, ആ വാക്കിൻ്റെ കളി പോലെ തോന്നുമെങ്കിലും, നിൻ്റെ കരുണ കൊണ്ട് ആരുടെ നേരെയും അമ്പെറിയാത്തൊരു നോയമ്പ് നൽകി എന്നെ നീ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. കർത്താവിൻ്റെ കരുണയും സാന്നിധ്യവും നീ ചിന്തിക്കുന്നതിലധികം നിൻ്റെ കൂടെ നിന്ന് നിന്നെ മുദ്രപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു നോയമ്പ്, നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു